അടുത്തതായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന സുഭാഷിതം ധനത്തെയും വിദ്യയെയും സംബന്ധിച്ച ഒരു ചിന്താശകലമാണ്. ക്ഷണശ കണശൈവ. ശ എന്ന പ്രത്യയം, വിസർഗത്തോടു കൂടിയ ശ പ്രത്യയം ആവർത്തിയെ കാണിക്കും. ഫ്രിക്കൻറ്റേറ്റീവ് ആണത്. സഹസ്രശ, ആയിരക്കണക്കിന്. ബഹുശ, പലതരത്തിൽ, ബഹുപ്രകാരത്തിൽ, പലതരത്തിൽ, പല പ്രാവശ്യം, ഇങ്ങനെ ആവർത്തനത്തെ കാണിക്കുന്ന ഒരു ശബ്ദമാണത്. ശതശ. ശഹ എന്ന വിസർഗമുള്ളതാണത്. അതാണ് ക്ഷണം എന്നതോടുകൂടി ശഹ ചേർക്കുമ്പോൾ ക്ഷണശ. കണം എന്നതോടുകൂടി ശ ചേർക്കുമ്പോൾ കണശ. ക്ഷണശ കണശൈവ വിദ്യാമർദ്ധം ച ചിന്തയേത്. വിദ്യയും സ്വത്തും അല്പാൽപമായിട്ടേ സമ്പാദിക്കാൻ പറ്റൂ. എല്ലാ ജ്ഞാനവും കൂടി ഒന്നിച്ചൊരാൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ജ്ഞാനം പടിപടിയായിട്ട് സമ്പാദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സമയമെടുത്ത് സമ്പാദിക്കേണ്ടതാണ് വിദ്യ. ക്ഷണശ വിദ്യാം ചിന്തയേത്. കണശ, കണികകളായിട്ട് ചെറിയ ചെറിയ സംഖ്യയുടെ ഘടകങ്ങളായിട്ട് മാത്രമേ സ്വത്ത്, പണം സ്വരുക്കൂട്ടാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് കണശൈവ വിദ്യാം അർദ്ധം ച ചിന്തയേത്. വിദ്യയും ധനവും അല്പാൽപമായിട്ടും കാലക്രമേണയും മാത്രമേ നേടാൻ പറ്റുള്ളൂ. ക്ഷണത്യാഗേ കുതോ വിദ്യ. ക്ഷണത്തിൽ മറന്നുപോയാൽ പിന്നെ എവിടെ വിദ്യ ഇരിക്കുന്നേ? സമയം പാഴാക്കിയാൽ വിദ്യ സമ്പാദിക്കാൻ എങ്ങനെ പറ്റും എന്നർത്ഥം. കണത്യാഗേ കുതോ ധനം. ധനം കുറേശ്ശെ കുറേശ്ശെ ചോർന്നു പോകാൻ അനുവദിച്ചാൽ പിന്നെ ധനം എവിടെ? ഇങ്ങനെ ശപ്രത്യയത്തിൻ്റെ പ്രയോഗം പ്രകടമാക്കുന്നതാണ് ഈ സുഭാഷിതം. ക്ഷണശ കണശൈവ വിദ്യാമർദ്ധം ച ചിന്തയേത്. ക്ഷണത്യാഗേ കുതോ വിദ്യ കണത്യാഗേ കുതോ ധനം. ധർമ്മിഷ്ഠന്മാരായ ആളുകൾ പറഞ്ഞു വച്ചിട്ടുള്ള മറ്റൊരു സുഭാഷിതം ഇവിടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. അർദ്ധം, സ്വത്തിനെ പറ്റി തന്നെയാണ് ഇതും പറയുന്നത്. അർദ്ധം ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവാഃ. നിവർത്തന്തേ എന്ന് വെച്ചാൽ നിവർത്തിക്കുന്നു, പിൻവാങ്ങുന്നു, വിട ചൊല്ലുന്നു എന്നർത്ഥം. ഒരുവൻ സമ്പാദിച്ച സ്വത്തെല്ലാം മരണസമയത്തിൽ വീട്ടിൽ അവനെ വിട്ടു കുടികൊള്ളുകയാണ്. അതാണ് അർദ്ധം ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവാഃ. പുത്രന്മാരും ബന്ധുക്കളും ശ്മശാനത്തിൽ മരിച്ചവനെ വിട്ടുപോകുന്നു. ഇനി എന്താണ് ഈ മരിച്ചവൻ്റെ കൂടെ ഉള്ളത്? സുകൃതം ദുഷ്കൃതം ചൈവ ചാധികം ഏവ ചൈവ തഥാധികം ഏവ തഥൈവ. അതുപോലെയാണിത്. ചാധികം ഏവ ചൈവ
സുകൃതവും ദുഷ്കൃതവും മാത്രം. ഗച്ഛന്തമനുഗച്ഛതി, പിരിഞ്ഞു പോകുന്നവനെ, അതായത് മരിച്ചു പോയവനെ അനുഗമിക്കുന്നു. സ്വത്തും പണവുമല്ല അവനെ അനുഗമിക്കുന്നത്, സുഹൃതവും, അവനനുഷ്ഠിച്ച സുഹൃതം, അവനനുഷ്ഠിച്ച ദുഷ്കൃത ഫലങ്ങൾ. നന്മ ചെയ്താലും തിന്മ ചെയ്താലും അത് മരണാനന്തര കാലത്തേക്ക് അവനെ പിന്തുടരും എന്നാണ് ഈ സുഭാഷിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥം ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവാഃ സുകൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തമനുഗച്ഛതി. താങ്ക് യു.